അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇട്ടോ. ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു പൂക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന മുഖക്കുരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. മുഖക്കുരു വരിക, അതൊന്ന് കരിഞ്ഞു ഉണങ്ങി ഇരിക്കുക, അതിൻ്റെ പാട് മാറാതിരിക്കുക. അപ്പം അതിനൊക്കെ പറ്റിയ ഒരു പാക്കായിട്ട് ഇന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിലുണ്ട് ഞാൻ ഇത്തിരി ഗ്ലിസറിൻ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നുണ്ടല്ലോ ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കില്ല. നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റായിട്ട് നല്ല ഈർപ്പുള്ളതായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഞാനിതാ പാക്ക് ഇട്ടതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് ഒരു ബ്രൈറ്റ്നെസ് നമുക്കറിയാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൈയൊക്കെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് നമുക്കറിയാൻ പറ്റും. കാരണം നമ്മളിതിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഗ്ലിസറിൻ ചേർത്ത ഒരു അടിപൊളി ഒരു പാക്കായിട്ട് നിൽക്കുകയായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണത്, ഇതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം അല്ലേ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഇത് മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ, നമ്മുടെ മുഖത്ത് ഇപ്പോൾ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ കുരുക്കളൊക്കെ കുറയാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് മുൾട്ടാണി മിട്ടി. അപ്പോൾ നമുക്ക് മുൾട്ടാണി മിട്ടി ഒന്ന് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്, അത്രയൊന്നും വേണ്ട. ഞാനിത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. 2 സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടിയാണ്. ഈ ആര്യവേപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഒന്ന് മേടിച്ചൊക്കെ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ മുഖത്ത് ഇപ്പോൾ കുഞ്ഞു കുരുക്കളൊക്കെ വരുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ആര്യവേപ്പും റോസ് വാട്ടർ വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാ വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങ് തേച്ചും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖക്കുരൊക്കെ മാറുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ പാക്കിൽ ആര്യവേപ്പിൻ്റെ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആര്യവേപ്പിൻ്റെ പൊടി ഇല്ലാത്തവർക്ക് ആര്യവേപ്പ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അതിങ്ങനെ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരങ്ങ് മുഖത്ത് തേച്ചാലും നല്ലതാണ്. മുഖക്കുരൊക്കെ വേഗം തന്നെ കുറഞ്ഞ മുഖം നല്ല ക്ലിയർ ആവട്ടെ. ഇപ്പോൾ ഇത് ആര്യവേപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, ഞാൻ മുൾട്ടാണി മിട്ടി 2 സ്പൂൺ എടുത്തത്, അതുകൊണ്ട് ആര്യവേപ്പിൻ്റെ പൊടി ഞാൻ നേരെ പകുതി 1 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. കുറച്ച് റോസ് വാട്ടറും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാവേ. അപ്പോൾ മുൾട്ടാണി മിട്ടി നമ്മുടെ മുഖത്തുള്ള എണ്ണമയൊക്കെ മാറ്റിയെടുക്കുന്നതാണ്. ആര്യവേപ്പിൻ്റെ പൊടിയാണെങ്കിലും അതെ, റോസ് വാട്ടർ ആണെങ്കിലും അതെ. അപ്പം ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് എന്തായാലും ഒരു വലിച്ചിൽ വരും കേട്ടോ. മുഖത്തുള്ള എണ്ണമയൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കും. പക്ഷേ ചെറുതായിട്ടൊന്ന് ഒരു വലിച്ചിൽ പോലെ ഉണ്ടാവും, ഒരു എണ്ണമയൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊരു എണ്ണമയൊക്കെ വേണ്ടേ നമുക്കതുകൊണ്ട് ഒരിത്തിരി ഗ്ലിസറിൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഗ്ലിസറിൻ ഇല്ലെങ്കിൽ വേണ്ട, ഇത് മാത്രം മതി. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാ പാക്കിലും ഞാൻ കുറച്ച് ഗ്ലിസറിൻ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടാണ് തേക്കാറ്. കുറച്ച് മാത്രം തേക്കാറുള്ളൂ കേട്ടോ. എടുക്കാം, നമ്മളെടുക്കുന്ന പാക്ക് പോലെ ഇരിക്കും കേട്ടോ. കുറച്ച് ഗ്ലിസറിൻ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ, 1/2 ടീസ്പൂൺ അത്ര നിറച്ചില്ല, എന്നാലും ഏകദേശം അത്രയൊക്കെ. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീര് കേട്ടോ, അത് ഇത്രയും മതി. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ. ഇനി നമുക്ക് റോസ് വാട്ടറിൻ്റെ ആവശ്യമില്ല, ആ എടുക്കുന്ന അളവ് തന്നെ മതി. അപ്പോൾ ഗ്ലിസറിനും ചെറുനാരങ്ങയുടെ നീരും റോസ് വാട്ടറും പിന്നെ ഇനിയും പൗഡർ മുൾട്ടാണി മിട്ടി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നമ്മളിപ്പോൾ ഏത് പാക്ക് എടുത്താലും അതിൽ കുറച്ച് ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം ഉണ്ടല്ലോ, അതൊക്കെ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ എന്തായാലും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചുളിവുകൾ വരും. നമ്മളിപ്പോൾ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഓയിലൊക്കെ, നമ്മുടെ മുഖത്തുള്ള ഓയിലൊക്കെ ആണല്ലോ നഷ്ടമാവുന്നത്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഗ്ലോ കിട്ടാനും ആ ഒരു മുഖത്തൊരു ഈർപ്പം കിട്ടാനൊക്കെ ഈ ഒരു ഗ്ലിസറിൻ നല്ലതാണ്. ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ പാക്ക് എടുക്കുന്ന അനുസരിച്ച് മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ അത്രയൊന്നും എടുക്കണ്ട, നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ അത്രയ്ക്ക് എടുത്തോളൂ കേട്ടോ.
അപ്പോൾ ഓയിൽ സ്കിന്നുകാരാണ് പറയണത്. ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്കിൽ കുറച്ച് തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ അവർക്ക് നല്ലതാണ്. അപ്പോൾ നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി പാക്കായിട്ട് മുഖക്കുരൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആകുകയും ചെയ്യും. പിന്നെ ആ ഒരു മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പാക്ക്, ഒരു നല്ലൊരു ക്രീം കളറായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആ മുൾട്ടണി മിട്ടിയുടെയും ആ ഒരു ആര്യവേപ്പിൻ്റെയും കളറും എല്ലാം കൂടി ചേർന്ന് ഒരു ക്രീം കളറായിട്ടാണ് കിട്ടുന്നത്. ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുഖത്തങ്ങ് തേച്ചെടുക്കാം അല്ലേ. മുഖത്ത് തേച്ചെടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകാൻ മറക്കല്ലേ കേട്ടോ. ചെറിയ കുരുക്കൾ വരുമ്പോൾ ഞാൻ തേക്കുന്ന ഒരു പാക്കാണിത്. എനിക്ക് നല്ലൊരു റിസൾട്ട് ഒറ്റ പാക്കിൽ തന്നെ എനിക്ക് മനസ്സിലാൻ പറ്റും കേട്ടോ. ആ ഒരു കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ പെട്ടെന്ന് അങ്ങ് കുറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇതിലിപ്പോൾ ഗ്ലിസറിൻ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഗ്ലിസറിൻ ചേർക്കുകയാണെങ്കിൽ മുഖം നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തത്. ഇപ്പം നല്ലോണം മുഖത്ത് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു 15 മിനിറ്റൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ഡ്രൈ ആവട്ടെ. നമ്മൾ മുൾട്ടണി മിട്ടിയാണല്ലോ, പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ തന്നെ ഡ്രൈ ആകും. അതിന് ശേഷം നമുക്ക് നല്ല വറുത്തൊന്ന് കഴുകിയെടുത്താൽ മതി. ഡ്രൈ ആകുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് അങ്ങ് വലിഞ്ഞ് മുറുകൊന്നും വേണ്ട. അത്യാവശ്യം ഡ്രൈ ആകുമ്പോൾ തന്നെ കഴുകിയെടുക്കുക. പിന്നെ കണ്ണിൻ്റെ സൈഡിൽ തേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കണ്ണിൻ്റെ സൈഡിൽ അങ്ങനെയൊന്നും തേക്കാറില്ല. മുൾട്ടണി വെട്ടും തേക്കാറൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകുമല്ലോ. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ ചുളിവുകളൊക്കെ വരും. ചില പാക്കുകളൊന്നും കുഴപ്പമില്ല. പക്ഷേ മുൾട്ടണി മിട്ടി പോലത്തുള്ള പാക്കൊക്കെ നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ തേക്കാൻ പാടില്ല. പകരം കുക്കുംബർ വട്ടത്തിൽ അരിഞ്ഞിട്ട് കണ്ണിൻ്റെ ചുറ്റിനും വെക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് നല്ല നൈസായിട്ട് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കണ്ണിൻ്റെ ചുറ്റിനും അങ്ങനെ വെച്ചിട്ട് ഈ ഒരു പാക്ക് ഉണങ്ങുമ്പോഴത്തേക്കും ആ കുക്കുംബറിൻ്റെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീര് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ സൈഡിലെ കറുപ്പ് കുറയാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഓർക്കക്ഷീണൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ഒരു കറുപ്പൊക്കെ ഉണ്ട്, കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പുണ്ട്. പിന്നെ എനിക്ക് അതൊക്കെ വെക്കാൻ ഇച്ചിരി മടിയുടെ കൂട്ടത്തിനും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഞാനിതാ മുഖത്ത് പാക്കിട്ടില്ലായിരുന്നു, അത് നല്ല വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മാറ്റം മുഖത്ത് അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. സ്കിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് മുഖം, നല്ലൊന്ന് ബ്രൈറ്റ് ആയിട്ട്, ചെറിയ രീതിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പം കുറേ ദിവസമായിട്ട് അങ്ങനെയൊന്നും പാക്കൊന്നും മുഖത്ത് തേക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ തേക്കാതിരിക്കുമ്പം നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ മുഖത്തുള്ള വ്യത്യാസം നമുക്കറിയാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഇത് മുഖക്കുരുള്ളവർക്കൊക്കെ അടിപൊളിയാണ്. മുഖത്ത് ഇപ്പോൾ ടാൻ അടിച്ചിരിക്കുന്നവർക്കൊക്കെ മുഖം ടാനൊക്കെ മാറി മുഖം നല്ലൊരു ഗ്ലോ തന്നെ കിട്ടുവേ. നമ്മളിതിൽ ഇച്ചിരി ഗ്ലിസറിനൊക്കെ ചേർത്ത് കൊണ്ട് നമ്മുടെ മുഖം ഉണ്ടല്ലോ തൊടുമ്പം ഇങ്ങനെ വഴുതിപ്പോവും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.